പ്രിയ സഹോദരങ്ങളെ, മെയ് മാസം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാസം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രത്യേകമായ ഒരു സമയമാണല്ലോ ഇത്. ഈ വിശുദ്ധ അവസരത്തിൽ വേളാങ്കണ്ണി മാതാവിനെക്കുറിച്ച് ചില ആത്മീയ ചിന്തകളും ചില ചരിത്ര സത്യങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി ദേവാലയം ആരോഗ്യ മാതാവിൻ്റെ ദേവാലയം എന്ന പേരിൽ ലോകമെമ്പാടും പ്രശസ്തമാണ്. 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ നടന്നതായി വിശ്വസിക്കുന്ന ചില അത്ഭുത സംഭവങ്ങളാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തുടക്കം. ഒരു ചെറിയ കുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതും പാൽ കൊണ്ടുപോകുന്ന ഒരു ബാലനെ അനുഗ്രഹിച്ചതും കടലിൽ പെട്ടുപോയ പോർച്ചുഗീസ് നാവികരെ രക്ഷിച്ചതുമാണ് പ്രധാന സംഭവങ്ങൾ. അവരുടെ രക്ഷയ്ക്കുള്ള നന്ദിയായി അവർ ഇവിടെ ഒരു ചെറിയ പള്ളി പണിതതായാണ് വിശ്വാസം. കാലക്രമേണ ഈ ചെറിയ ദേവാലയം ഇന്ന് നമ്മൾ കാണുന്ന ഭംഗിയാർന്ന ബസിലിക്കയായി വളർന്നു. ഇന്നിത് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. കിഴക്കിൻ്റെ ലൂർദ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഓരോ വർഷവും സെപ്റ്റംബർ 8-നോടനുബന്ധിച്ച് നടക്കുന്ന തിരുനാളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധേയമായ ഒരു കാര്യം, വിവിധ മതങ്ങളിലുള്ള ആളുകളും മാതാവിൻ്റെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നു എന്നതാണ്. പ്രിയരെ, വേളാങ്കണ്ണി മാതാവിൻ്റെ ജീവിതവും സന്ദേശവും നമ്മെ യേശുവിലേക്കാണ് നയിക്കുന്നത്. കാനായിലെ വിവാഹ വിരുന്നിൽ മാതാവ് പറഞ്ഞ "അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ" എന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിനുള്ള മാർഗദർശനമാണ്. മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിനയം, അനുസരണം, ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം എന്നിവയാണ്. ഈ മെയ് മാസത്തിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. ദിവസേന ജപമാല ചൊല്ലുക, കുടുംബമായി പ്രാർത്ഥിക്കുക, ദൈവവചനത്തിൽ ആഴപ്പെടുക, ദരിദ്രരെയും രോഗികളെയും സഹായിക്കുക. ഇവയൊക്കെയാണ് മാതാവിനെ സന്തോഷിപ്പിക്കുന്ന വഴികൾ. വേളാങ്കണ്ണി മാതാവ് രോഗികളുടെ ആശ്വാസവും ദുർബലരുടെ ശക്തിയും നിരാശരായവരുടെ പ്രത്യാശയുമാണ്. അവൾ ഇന്നും നമ്മോടൊപ്പം ഉണ്ടെന്നും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അവൾ ഇടപെടുന്നുവെന്നും നമുക്കുറപ്പുണ്ടാകട്ടെ. വേളാങ്കണ്ണി മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.